CPIയിൽ പ്രതിസന്ധി. ബിനോയ് വിശ്വത്തിന്റെ സെക്രട്ടറി സ്ഥാനം ചോദ്യം ചെയ്ത് മുതിർന്ന നേതാവ് KE ഇസ്മായിൽ പരസ്യമായി രംഗത്ത് വന്നു. പുതിയ ലക്കം കലാകൗമുദിയിലാണ് ഇസ്മായിൽ വിയോജിപ്പ് പറയുന്നത്. നേരത്തെ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ സെക്രട്ടറി സ്ഥാനത്തെക്കുറിച്ചും മുതിർന്ന നേതാവ് തുറന്നു പറയുന്നുണ്ട്. CPIയെ അച്ചടക്കത്തോടെ നയിച്ച നേതാവായിരുന്നു കാനം രാജേന്ദ്രൻ. വെളിയം ഭാർഗവനെ പോലെയുള്ള ഫ്ലെക്സിബിൾ നേതാവിൽ നിന്ന് CK ചന്ദ്രപ്പനിലേക്കും പിന്നീട് കാനത്തിലേക്കും എത്തിയപ്പോൾ CPI കുറച്ചുകൂടി അച്ചടക്കമുള്ള പാർട്ടിയായി. കാനത്തിന്റെ വിയോഗത്തിന് പിന്നാലെ വലിയ പ്രതിസന്ധിയിലാണ് CPI. കാനത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ബിനോയ് വിശ്വത്തിന്റെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു. സാധാരണ അണികളിൽ പോലും ഇത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. പ്രകാശ് ബാബുവിനെ പോലെയുള്ള നേതാക്കൾ പരസ്യമായി തന്നെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം അധികാരമേൽക്കുകയും ചെയ്തു. CPIയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ പ്രഖ്യാപിച്ച നടപടി ശരിയായ കീഴ്വഴക്കമല്ലെന്നാണ് ഇസ്മായിൽ തുറന്നടിക്കുന്നത്. സംസ്ഥാന കൗൺസിലിൽ ചോദ്യം ചെയ്യും. കാനത്തിന്റെ ശവസംസ്കാര ചടങ്ങ് തീരും മുൻപ് പുതിയ സെക്രട്ടറിയെ പ്രഖ്യാപിച്ചത് ശരിയായില്ല. ഇക്കാര്യത്തെക്കുറിച്ച് പ്രകാശ് ബാബു പറഞ്ഞത് ശരിയാണ്. ഇത് ശരിയായ കീഴ്വഴക്കമല്ല, അനൗചിത നിലപാടായി. സംസ്ഥാന കൗൺസിലിൽ ചേർന്ന് തീരുമാനിച്ചാൽ മതിയായിരുന്നു, ഇസ്മായിൽ പറയുന്നു. സെക്രട്ടറിയായി പിൻഗാമിയെ തീരുമാനിക്കുന്നത് കാനം എഴുതിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന പാർട്ടി നിലപാടിനെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്തുടർച്ചാവകാശമില്ല, അത് അപ്രസക്തമാണ്, പറയാൻ പാടില്ലാത്തതാണ്. സംസ്ഥാന കൗൺസിലിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇസ്മായിൽ പറയുന്നു. ഇസ്മായിലുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുതിയ ലക്കം കലാകൗമുദിയിൽ വായിക്കാം.